രാവിലത്തെ ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് വിളക്കൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നോർത്ത് വന്ന കുളിയൊക്കെ കഴിഞ്ഞു, യോഗയൊക്കെ ചെയ്തു. എന്നാൽ വിളക്ക് വെച്ചൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയേക്കാം, എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബത്തിൽ, അതായത് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ യൂട്യൂബ് ചാനലിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. കാരണം എല്ലാവർക്കും നല്ലത് വരത്തില്ല, എന്നെ സപ്പോർട്ട് ചെയ്തല്ലേ എല്ലാവരും. അങ്ങനെ ഞാൻ എല്ലാവർക്കും, എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാവരെയും സമർപ്പിച്ചു. ഇനിയാണ് അടുക്കളപ്പണിയിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 5:45 സമയമായിട്ടോ. അപ്പോഴത്തേനും സൂര്യൻ ഉദിച്ചു തുടങ്ങി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുക്കളയിൽ ഇനി ഒരു കൂട്ടം പണികളുണ്ട്. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ സ്പീഡ് ചെയ്താലേ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് ടൗണിനൊന്ന് പോകണമെന്ന് ഉണ്ട്. അപ്പോഴത്തേനും പാലിചേട്ടൻ വരുന്ന സൗണ്ട് ഞാൻ കേട്ടു. എന്നാൽ ആദ്യമേ ഒരു ചായ എടുത്ത് കുടിച്ചേക്കാം ഇല്ലേ, അതിന് വേണ്ടിയിട്ട് തയ്യാറായേക്കാം എന്ന് വെച്ചു. പാല് തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ. കുറേ പശുക്കളുണ്ട് ആ ചേട്ടന്. ഒരു ദിവസം ഞാൻ ആ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. പശു വളർത്തുന്നവർ ഈ വേനൽക്കാലം ആകുമ്പോൾ അവരുടെ അവസ്ഥ ഭയങ്കരമാണ് അല്ലേ. ഈ പശുവിനുള്ള പുല്ല് കണ്ടുപിടിക്കാനും വൈക്കോല് ഒക്കെ സംഘടിപ്പിച്ച് വെച്ച് ഞങ്ങളും കുറേ പശുവിനെയൊക്കെ വളർത്തിയതാണ്. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. എന്തു പാടാന്ന് വെച്ചാൽ പുല്ല് വെട്ടി മടുത്തിട്ടുണ്ട്. അയ്യോ, പുല്ല് വെട്ടി ചുമന്ന് കൊണ്ടുവന്ന് പശുവിനിട്ട് കൊടുക്കുമ്പോൾ പശുവിന് കുറച്ച് നേരത്തേന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പശു പുല്ലങ്ങ് തീർക്കും. ഒരു കെട്ട് പുല്ല് കൊണ്ട് കൊടുത്താലും ഒന്നുമില്ല. ഇനി കടലക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. കടലക്കറി ഉണ്ടാക്കാൻ കടല വെള്ളത്തിലിട്ട് അടപ്പത്ത് വെച്ചു. ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇനി ഞാൻ കുക്കറിൽ ഒരു 5 വിസിൽ അത്രയും മതി. 5-6 വിസിലടിക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് വേവും. അത് കഴിയുമ്പോഴത്തേന് കടലക്കറിയും ഇടിയപ്പവും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചതാണ്. ഞാനപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ മോൻ സമ്മതിച്ചില്ല. അവൻ ഇടിയപ്പം മതിയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇടിയപ്പം ആട്ടെ എന്ന് വെച്ചു. അപ്പോഴത്തേനും പാല് തിളയ്ക്കാറായി. ഇനിയിപ്പം എന്നു പറയണേ, ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എല്ലാം ചെയ്യാം എന്നോർത്തു. അങ്ങനെ ഓരോ കാര്യം. പിന്നെ ഞാൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം ഞാൻ ഈ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴേ അത് നമുക്ക് വാഴയിലക്കകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വാഴയില വെട്ടിക്കൊണ്ട് വന്ന് അതിൽ ഇങ്ങനെ പീച്ചി ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ പാടുണ്ട്. പെട്ടെന്ന് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമയുടെ കാര്യമൊക്കെ ഓർമ്മ വരും. അതിനകത്ത് അമ്മ പീച്ചുന്നില്ലേ, ഇടിയപ്പം പീച്ചുന്ന് നമ്മൾ കണ്ടിട്ടില്ലേ സേവനാഴിക്കകത്ത്, അതുപോലെ. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ സേവനാഴി ഒരു ചെറിയ പ്രശ്നമുള്ള സേവനാഴിയാണ്. അതിൻ്റെ പിരി എപ്പോഴും വെട്ടി പോകുന്ന സൈസാണ്. എങ്കിലും ചായ ഉണ്ടാക്കി, കടല വേവാറായി. കടല ഞാൻ സാധാരണ ഞാൻ കടല ഉണ്ടാക്കുന്നത് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് മസാലകൾ ചേർത്താണ്. അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ പെരിഞ്ജീരകം, ഇത്രയും ചേർത്തിട്ടാണ്. ആദ്യം എണ്ണ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഈ സവോള ഇടുന്ന വഴറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് കടലയും കൂടി ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ കടല നമ്മൾ അതിനകത്തേക്ക് ചേർക്കുമ്പോഴത്തേന് ആ കറിക്ക്, ആ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് പോലെ വരും. അപ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല കൊഴുത്തിരിക്കും ആ കറി കൂട്ടുമ്പോൾ. അപ്പോൾ ഇടിയപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ ആ മുട്ട കഴിക്കില്ല. ആ മുട്ടയുടെ ഉണ്ണി എടുത്ത് മാറ്റി വെച്ചേക്കും. എന്നാൽ പിന്നെ പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ചുവിടും. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് വെച്ചു. കാരണം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ പാടാണ്, അവന് വലിയ ഇഷ്ടമൊന്നുമില്ല മുട്ടക്കറിയായിട്ട് കൂട്ടാൻ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കടന്നു പോകും ഇല്ലേ. രാവിലത്തെ പരിപാടികളൊക്കെ അങ്ങ് പെട്ടെന്ന് തീരും. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും രാവിലെ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇല്ലേ. രാവിലെയാണ് നമുക്ക് വീടൊക്കെ വൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ വന്ന് പണിയൊക്കെ ചെയ്യാനൊരു സന്തോഷമാണ്. എല്ലാം അടുക്കി വാരി ഇട്ടിട്ട് രാത്രിയിലൊക്കെ നമ്മൾ കിടന്ന് പാത്രമൊക്കെ കഴുകി മടക്കി വെച്ചിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് രാവിലെ വരുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. എല്ലാം കാണാൻ, എല്ലാം ചെയ്യാനും ഒക്കെ ഒരു ഉത്സാഹം. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കുഴയ്ക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് കുഴച്ചാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ചായ കുടിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നതാണ്. ചായ എല്ലാവരും കുടിക്കില്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ ചായ കുടിക്കുന്ന സമയമാട്ടോ. ചായ ഞാൻ ആറിയ ശേഷമേ കുടിക്കുകയുള്ളൂ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ല് പെട്ടെന്ന് കേടുപിടിക്കുമെന്ന് പറയണേ. എന്ത് ഭക്ഷണമാണെങ്കിലും നല്ല ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലുകൾ പെട്ടെന്ന് പോകും എന്ന് പറയണേ. അതിന് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഉദാഹരണമായിട്ട് പറയാം. പുള്ളിക്കാരന് നല്ല ചൂടോടുകൂടിയ ചായയാണെങ്കിൽ എന്ത് സാധനമാണെങ്കിലും നല്ല ചൂടോടെ കുടിക്കും. ഒറ്റ പല്ലില്ല, കവിളിലത്തെ പല്ലെല്ലാം പോയി. അപ്പം ഞാൻ ഓർത്തു ഇത് ശരിയാണല്ലോ ഈ പറയുന്നതെന്ന്. അപ്പോൾ ഇച്ചിരി ചൂട് കുറഞ്ഞിട്ടുള്ള, ഇച്ചിരി ആറിയ ശേഷം കുടിക്കുന്ന എപ്പോഴും നല്ലത്.
അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ രാവിലെ എന്നോടൊരു ചേച്ചി പള്ളിയിൽ പോകാൻ വേറൊരു ചേച്ചി വിളിച്ചില്ല എന്നും പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. അതൊരു ചെറിയ ഈഗോയുടെ പ്രശ്നമല്ലേ. ഞാനിങ്ങനെ ഞാൻ ചോദിച്ചു വിളിക്കണം എന്നുണ്ടോ, ആ കൂടെ അങ്ങ് പോയാൽ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അല്ല നേരത്തെ പറയാൻ പറ്റില്ലായിരുന്നു അമ്പിളി എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ അവർക്ക് പറ്റിയില്ലായിരിക്കും, ആ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ പോകണില്ല, ഞാൻ തന്നെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പള്ളിയിൽ പോകണ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നി ഈ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയും കൂടെ പറഞ്ഞേക്കാന്ന്. കാരണം നമ്മുടെ ചിലർ വരില്ലേ, എന്നെ കല്യാണം വിളിച്ചില്ല, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു, എന്നെ വിളിച്ചില്ല എന്ന് ചില സ്ത്രീകൾ പറയും. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ പോരെയില്ലേ. അതേപോലെ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്നെ അവൾ വിളിച്ചില്ല, ഞാൻ വേറെ കഴിക്കുന്നത്, അവർ പോയി കഴിച്ചിട്ട് വരട്ടെ അതിന് ശേഷം കഴിക്കാം. മിക്കവാറും ഓഫീസുകളിലൊക്കെ ആട്ടോ അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ ഒരു ചിന്ത. എന്നെ വിളിച്ചില്ലല്ലോ, എന്നോട് പറഞ്ഞില്ലല്ലോ. ചില ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ ചിലർ മിണ്ടിയില്ല എന്നും പറഞ്ഞൊക്കെ വഴക്ക് കൂടിയിരിക്കുന്നതാണല്ലേ. എന്തിനാണ് നമ്മളിങ്ങനെ കൊതി കുത്തുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ട് കയറി മിണ്ടാൻ പറ്റില്ലേ. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പല ടെൻഷനും മാറ്റിയിട്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ എന്തിനാണ് എടുക്കുന്നതെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. പണ്ടൊക്കെ ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഇതിൻ്റെയൊക്കെ ആവശ്യമിരിക്കണേ എന്താ, നമുക്കങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്ന്. നമ്മളോട് ആരെങ്കിലും മിണ്ടിയില്ലെന്ന് ഓർത്തുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് മിണ്ടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവരോട് മിണ്ടുക, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരുന്നേക്കുക, അത്ര തന്നെ. നമ്മൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് വെച്ചേക്കുക, അത്രയേ ഉള്ളൂ. അതേപോലെ കല്യാണം നമ്മളെ വിളിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മളെ വിളിക്കുകയാണെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ നമുക്ക് അത്രയും സമയം കൂടെ മിച്ചമുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് നമ്മൾ വിചാരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളതോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പോളിസി. അത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ആവശ്യമില്ലാത്തതിലൊന്നും പുറകെ പോകേണ്ട കാര്യങ്ങളില്ലല്ലോ അല്ലേ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പം ബസ് സ്റ്റോപ്പിലേക്കൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ പോകുന്നവർ നമ്മുടെ മുമ്പ് പോയി കഴിഞ്ഞിട്ടുണ്ട്, അവരെന്നോട് പറഞ്ഞില്ലല്ലോ, എന്നാൽ അവരൊന്നും വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കും ഇല്ലേ. ആവശ്യമില്ലാത്ത ചിന്തകളാണ് ഒത്തിരി നമ്മുടെ മനസ്സിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലെങ്കിൽ നമ്മളങ്ങനെ ഓർക്കും. ചില കാര്യങ്ങൾ നമ്മുടെ ഹസ്ബൻഡ് നമ്മളോട് പറഞ്ഞില്ലേ ഓർക്കും, അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുണ്ടെന്ന് അതിനെയൊക്കെ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കൂട്ടിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഇല്ലേ. ഇതിനെയൊക്കെയാണ് നമ്മൾ ചെറിയ ഒരു രീതിയിൽ ഈഗോ എന്ന് പറയും. എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു സാധനമാട്ടോ. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഈഗോ എന്ന് പറഞ്ഞിട്ട് എന്താ പോലും, അതിനെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന്. പിന്നീട് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും എല്ലാവരുടെ ഉള്ളിലും ഈഗോയുണ്ട്. അത് പല സമയത്തും ഒരു ഭൂതമായിട്ട് പുറത്തേക്ക് വരുന്നു എന്ന് മാത്രം ഇല്ലേ. ചിന്തിച്ച് നോക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാൻ സേവനാഴിയിൽ അരിയിട്ടിട്ട് പീച്ചുന്ന ഭാഗമാണ്. ആ തട്ടയിൽ ഞാൻ ശകലം എണ്ണ തടവി കൊടുത്തു, അതിലേക്ക് തേങ്ങ എടുത്ത് ശകലിച്ച തേങ്ങ വെച്ചു, അതിൻ്റെ മുകളിൽ ഇടിയപ്പം പീച്ചെടുക്കുന്ന ഭാഗമാട്ടോ. അപ്പം രാവിലത്തെ പരിപാടികളെല്ലാം തീർന്നിട്ട് വേണം കൊച്ചിന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മേടിക്കണം, മാത്സിൻ്റെ എക്സാമിന് അത് വേണം, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പൗച്ചിലേ കൊണ്ടുപോകാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ടൗണിന് പോകണം. അപ്പം മാത്സിൻ്റെ പരീക്ഷ അടുത്ത മാസം 8-ാം തീയതി, മാർച്ച് 8-ന്. അതിന് മുമ്പ് മേടിച്ചാൽ മതി. എങ്കിലും ഒന്ന് ഇപ്പോൾ സമയമുള്ളതുകൊണ്ട് പോയേക്കാം എന്ന് വിചാരിച്ചു. ഞായറാഴ്ച എടുത്ത വീഡിയോയാണ് ഇത്. അപ്പം രാവിലത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കടയുണ്ട് തൊടുപുഴ, ആ കട ഞായറാഴ്ച ദിവസം തുറക്കുന്ന. അപ്പം അവിടെ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വരാം എന്നിങ്ങനെ വിചാരിച്ച് എൻ്റെ പരിപാടിയെല്ലാം ചെയ്ത് തീർത്തിട്ടാട്ടെ എന്ന് വിചാരിച്ചു. വേറെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ. എന്തൊരു ചൂടാ എൻ്റെ പൊന്നോ, മടുത്തു പോകുന്ന ചൂടാ, ഭയങ്കര ക്ഷീണമല്ലേ ഈ ചൂടത്ത്. അത് തന്നെയല്ല, നമ്മളങ്ങ് ഒരുതരം എന്താ പറയുക, ആവിക്കുന്ന പോലെ ഒരവസ്ഥയാണ്. നമ്മുടെ ഈ ശരീരമൊക്കെ അങ്ങ് പൊള്ളിപ്പൊളിയും പോലെ തോന്നും അല്ലേ. അത് കൂട്ടൊരു തരം ചൂടാണ്. ഈ മുകളിൽ ഡ്രസ് വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ടുണ്ടല്ലോ, വാർക്ക അങ്ങ് ചൂടാകും. രാത്രി ആകുമ്പോഴത്തേനും അങ്ങ് പുഴുങ്ങുമോ നമ്മളതിനകത്തിരുന്ന്, അതുപോലത്തെ അവസ്ഥയാണ്. എന്നാലും നമ്മൾ ജനലൊക്കെ സന്ധ്യ കഴിയുമ്പോഴത്തേനും ഞാൻ ജനലൊക്കെ തുറന്നിടും. അപ്പോൾ ഒരു തണുത്ത കാറ്റ് കയറിയാൽ, പക്ഷേ ഇപ്പോൾ അന്തരീക്ഷത്തിനൊരു തണുപ്പുണ്ട് താനും. എന്നാൽ വീടിനകത്താണെങ്കിൽ തണുപ്പില്ല താനും. അപ്പം ഞാൻ എന്നെ ഈ ജനലെല്ലാം അങ്ങ് തുറന്നിടും. കൊതുകുണ്ട്, ഈ കന്നാര കൃഷിയുള്ളിടത്ത് കൊതുകുണ്ടെന്നാണ് പറയണത്. എന്നാലും ഞാൻ സന്ധ്യ കഴിയുമ്പോഴത്തേനും ജനലെല്ലാം അങ്ങ് തുറന്നിടും. അപ്പോൾ ഒരു ചെറിയ കാറ്റൊക്കെ മുറിക്കകത്ത് കയറി വാർക്കയൊക്കെ ഒന്ന് തണുത്ത് തുടങ്ങും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല അല്ലേ ഈ ചൂടത്ത്. എൻ്റെ പൊന്നോ മതി. ഇപ്പം എല്ലായിടത്തും പനിയാട്ടോ ഞങ്ങളുടെ ഇവിടെ ഉള്ളത്.
ഉള്ളവർക്ക് കുറേ പേർക്കുണ്ട് പനി. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ ചൂട് കാലത്ത് പനിയും കൂടെ പിടിച്ചാലുള്ള ഒരവസ്ഥ. നമ്മുടെ അവിടെ ഉണ്ടായതാണ് 2 മാങ്ങ ഉണ്ടായി. 2 മാങ്ങയും നന്നായിട്ട് മുരിങ്ങക്കോലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മുരിങ്ങക്കോല് കൊണ്ട് കടയിൽ കൊടുത്തു 40 രൂപ കിലോയ്ക്ക്. ഇന്നാളൊക്കെ 700 രൂപയായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ 40 രൂപയ്ക്ക് അവരൊക്കെ കൊടുത്തു. 2 കിലോയുടെ അടുത്തുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി മേടിച്ചുകൊണ്ട് തിരിച്ചു പോന്നു. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഏത്തപ്പഴം കഷ്ണങ്ങളായിട്ട് മുറിച്ച ശേഷം അതിലേക്ക് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കണം. ശർക്കര 2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ 2 ടേബിൾ സ്പൂൺ ഇട്ടു. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ആ വെള്ളം വറ്റുന്നവരെ വഴറ്റുന്നതല്ല. ഇതിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ ഒറ്റ വിസിലടിപ്പിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ശർക്കര വെള്ളം പറ്റി ഏത്തപ്പഴത്തെ പിടിക്കണം. അപ്പോൾ ആ ഏത്തപ്പഴം കഴിക്കാനുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അത് പുട്ടിൻ്റെ കൂടെ ആട്ടോ ഏറ്റവും അടിപൊളി. പുട്ടും ഏത്തപ്പഴവും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഈ ഏത്തപ്പഴത്തിന് അല്ലാതെ തന്നെ മധുരമുണ്ട്, എങ്കിൽ ഈ ശർക്കര ഇട്ട് പുഴുങ്ങുന്ന ഏത്തപ്പഴത്തിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ശകല എണ്ണ ഒഴിച്ചു. അതിലേക്ക് കറിവേപ്പില ഇട്ടു. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ടു. അങ്ങനെ അത് അതിൻ്റെ ആ പച്ചമണം പോയ ശേഷം കേട്ടോ ഞാൻ സാധാരണ സവോള ഇടാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴതിന് അതിനകത്ത് ആ എണ്ണയ്ക്കകത്ത് ആ ഫ്ലേവർ ശരിക്കും പിടിച്ച ശേഷം നമുക്ക് മറ്റുള്ള സവോളയിലൊക്കെ കയറി പിടിച്ചോളും. എന്നിട്ട് സവോള വഴറ്റിയ ശേഷം അതിലേക്ക് ഞാൻ മസാല ചേർത്ത് കൊടുക്കും. മസാലകൾ ഞാൻ പറഞ്ഞല്ലോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ അതിലേക്ക് പെരിഞ്ജീരകം, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു ശക്കലം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റായിരിക്കും. ഒത്തിരി ഗ്രേവി ഇല്ലാതെ എനിക്ക് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടം. നല്ല കുറുകിയിരിക്കുന്ന കടലക്കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അവർ ഇച്ചിരി വെള്ളത്തോടു കൂടിയാണ് ചോദിക്കും, ഇതെന്നെ എങ്ങനെ ഇരിക്കണേ, ഇതൊന്ന് കുറുക്കി ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് എൻ്റെ ഇളയ മോൻ ചോദിക്കും. അപ്പം ഞാൻ ഇതിങ്ങനെ സവോള വഴറ്റിയ ശേഷം മസാലകളെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഭാഗമാണ്. ഇങ്ങനെ ഓരോരോ പണി എന്നും ഇതൊക്കെ തന്നെ അല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, ഇങ്ങനെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അത് മസാലയെല്ലാം ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി കടലയും കൂടെ ഇടുന്നു. അത്രയേ ഉള്ളൂ പരിപാടി. കടലയും കൂടെ ഒരു 2 സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പം ആ തേങ്ങ അതിനകത്ത് കിടന്നങ്ങ് വഴണ്ട് വന്നോളും. 2 സ്പൂൺ മതി നന്നായിട്ട്. അപ്പം അതിൻ്റെ ആ മസാലയുടെ കൂടെ തന്നെ ആ തേങ്ങയും കൂടെ അങ്ങോട്ട് വറുത്തരച്ചിരിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് അതിന് വരും. തേങ്ങ നമ്മൾ സാധാരണ വറുത്തരച്ച് ചിലരൊക്കെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കും. ഇങ്ങനെ വറുത്തരച്ച തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കറിക്കെടുക്കണ കാണാം. ഞാനങ്ങനെ എടുക്കാറില്ല. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. ഒരു 2 തവി കടലയും കൂടി ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് അത് ആറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് ഞാൻ അരച്ചെടുക്കും. ഇത്ര കേസേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കടലക്കറിക്കകത്തേക്ക് ചേർത്താൽ മതി. കടല ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മസാല നമ്മൾ അരച്ചെടുത്തത് ചേർക്കുന്നു, അത്രമാത്രം. അപ്പോൾ എളുപ്പമുള്ളൊരു കടലക്കറി റെഡിയായി. നല്ല ടേസ്റ്റുമാണ്. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണമേ. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ വറുത്തരച്ചും അല്ലാത്ത സാമ്പാറും ഉണ്ട് കേട്ടോ. വറുത്തരച്ച സാമ്പാർ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കും, എനിക്ക് സമയം പോലെ. തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കാറുള്ളൂ. തേങ്ങയൊക്കെ കുറവാണെങ്കിൽ ഞാൻ വറുത്തരച്ച സാമ്പാറൊന്നും ഉണ്ടാക്കും. ചുമ്മാ സാധാ സാമ്പാർ പരിപ്പ് ഇട്ട് വേവിച്ചിട്ട് ചുമ്മാ സാമ്പാർ പൊടിയും ചേർത്ത് ഉപയോഗിക്കും. ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ബ്രാഹ്മിൻസുകാർ തൊടുപുഴയുള്ളതാട്ടോ. നല്ല മസാലപ്പൊടി അവരുടെ. പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എങ്കിലും സാധാരണ ബ്രാഹ്മിൻസിൻ്റെ നല്ലതായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കടലക്കറിയായി, ഇടിയപ്പമായി. ഇനി രാവിലെ അത് കഴിച്ചാൽ മതി. ഏത്തപ്പഴം ഞാൻ പറഞ്ഞില്ലേ, ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. ഏത്തപ്പഴത്തിന് ഒട്ടും വെള്ളം കാണരുത്. ആ വെള്ളം മുഴുവൻ ആ തെല് വലിയണം. ആ ഏത്തപ്പഴം വലിഞ്ഞ് കുറുകി നന്നായിട്ട് ആ ഏത്തപ്പഴത്തെ പിടിക്കണം. അപ്പം നല്ല ടേസ്റ്റായിട്ടിരിക്കും. പിന്നെ ഞാൻ ഏത് സമയമൊന്നും ഇങ്ങനെ ഇങ്ങനെ വറുത്തരച്ച കറി ഉണ്ടാക്കിയിട്ട് ആ പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചീനച്ചട്ടി തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. ഒരു കഴുക്ക് ലാഭമുണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് കഴുകേണ്ട കാര്യമില്ല. കറിയൊക്കെയാണെങ്കിൽ മീൻകറി ചിക്കനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ ആ പാത്രം കഴുകിയിട്ട് വേറെ കറി ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പാത്രം കഴുക്ക് ലാഭമുണ്ട്. കുറച്ച് പാത്രങ്ങൾ മാത്രമേ അങ്ങനെ നമുക്ക് കഴുകാൻ വരുള്ളൂ. എല്ലാം അതിനകത്ത് തന്നെ അങ്ങ് ഓടിപ്പോക്കോളും. എപ്പോഴും പാത്രം കഴുകേണ്ട കേസും വരുന്നില്ല ഇല്ലേ. അപ്പം
ഞാൻ എളുപ്പത്തിൽ പിന്നെ അപ്പാപ്പം എടുക്കുന്ന പാത്രം അപ്പം തന്നെ അങ്ങ് കഴുകി അങ്ങ് വയ്ക്കും. അപ്പോൾ പിന്നെ ഒത്തിരി പാത്രം സിങ്കിൽ കൂടി വരില്ല. ഒത്തിരി കൂടി വരുമ്പോഴല്ലേ നമുക്ക് ഈ മടി വരുന്നത്. അത് തന്നെയല്ല, ഇങ്ങനെ എനിക്ക് സിങ്കിൽ ഇങ്ങനെ ഒത്തിരി പാത്രം കൂടിക്കിടക്കണ കാണുമ്പം ഒരു മനപ്രയാസം. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അത്ര തന്നെ. അതെല്ലാം കൂടെ ഓരോന്നങ്ങ് കഴുകി അപ്പം അങ്ങ് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ആ പ്രശ്നം തീർന്നു. അപ്പോൾ കടലക്കറി റെഡിയായി. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മാത്രം മതി കേട്ടോ. കടലക്കറിയായി, ഇടിയപ്പവും ആയി, പഴം പുഴുങ്ങിയതും ആയി. ഇനി രാവിലത്തെ ഭക്ഷണവും കഴിച്ച ശേഷം ഞങ്ങൾ ടൗണിനൊക്കെ ഒന്ന് പോകും. ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്നാൽ ഞാൻ പോകുന്നതെങ്കിൽ എനിക്ക് പാടാ വീഡിയോ എടുക്കാൻ. കാരണം ഈ കട്ടറിലൊക്കെ ചാടുമ്പം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൈയൊക്കെ പിടിച്ച് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഞാൻ ടൗണിനൊക്കെ പോകുന്നതൊക്കെ എടുക്കാം. ഇച്ചിരിയോടെ ഒന്ന് പഠിക്കാനുണ്ട് വീഡിയോ എടുക്കാൻ, അത്രയ്ക്കായില്ല എടുക്കാൻ. അപ്പോൾ കടലക്കറി ആയിട്ടോ, കണ്ട കുറുകിയ കടലക്കറി. ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ചേർത്തോളുക, ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ കടലക്കറി ഇത് കണ്ട ഞാൻ കഴിക്കുന്ന ഭാഗമാണ്. ഞാൻ ഒത്തിരി രാവിലെ എനിക്ക് ചെറിയ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ കഴിക്കാറില്ല. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കഴിക്കുന്നതാണ്. ഞാൻ റാഗിയുടെ പുട്ടും ഒക്കെയാണ് കഴിക്കുന്നത്. അത് ഞാൻ എടുത്തില്ല, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത്. നല്ലതാണ്, അടിപൊളിയാണെന്നൊക്കെ സ്വന്തം പുകഴ്ത്തി പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.